നിരവധി ജീവകാരുണ്യ സംരംഭങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്ന മിഷണറീസ് ഓഫ് ചാരിറ്റീസിലെ സിസ്റ്റേഴ്സിനെ നാടുകടത്തിയതിന് പിന്നാലെ കത്തോലിക്ക സഭയുടെ 5 റേഡിയോ സ്റ്റേഷനുകൾ അടച്ചുപൂട്ടിച്ച് നിക്കരാഗ്വയിലെ ഒർട്ടേഗയുടെ ഭരണകൂടം. സ്വച്ഛാധിപതിയായ പ്രസിഡന്റ് ഡാനിയൽ ഒർട്ടേഗ നേതൃത്വം നൽകുന്ന ഭരണകൂടത്തിന്റെ വിമർശകനായ ബിഷപ്പ് റൊളാൻഡോ അൽവാരിസ് അധ്യക്ഷനായ മാതകൽപ്പ രൂപതയ്ക്ക് കീഴിലുള്ള റേഡിയോ സ്റ്റേഷനുകളാണ് അടച്ചുപൂട്ടിയത്. കത്തോലിക്ക സഭയുടെ റേഡിയോ സ്റ്റേഷൻ അടച്ചുപൂട്ടുന്നതായി ഇക്കഴിഞ്ഞ ദിവസമാണ് നിക്കാരഗൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെലികമ്മ്യൂണിക്കേഷൻസ് ആൻഡ് പോസ്റ്റ് ഓഫീസ് സഭാ നേതൃത്വത്തെ അറിയിച്ചത്. 2003 മുതൽ റേഡിയോയ്ക്ക് പ്രവർത്തനാനുമതിയില്ല എന്ന കാരണമാണ് അധികൃതർ പറയുന്നതെങ്കിലും അത് വാസ്തവവിരുദ്ധമാണെന്ന നിലപാടിലാണ് സഭാ നേതൃത്വം. റേഡിയോയ്ക്ക് പ്രവർത്തനാനുമതി ലഭിക്കാനുള്ള രേഖകൾ 2016 ജൂണിൽ ബിഷപ്പ് റൊളാൻഡോ അൽവാരിസ് അധികൃതർക്ക് സമർപ്പിച്ചിട്ടുണ്ട്. ഇതെല്ലാം ടെൽകോർ ഓഫീസിലുണ്ടെന്നും സഭ വ്യക്തമാക്കുന്നു. നിക്കാരഗൻ ഭരണകൂടത്തിന്റെ കത്തോലിക്ക വിരുദ്ധതയ്ക്കെതിരെ ശക്തമായ ഭാഷയിലാണ് ബിഷപ്പ് റൊളാൻഡോ പ്രതികരിച്ചത്. തങ്ങളുടെ എല്ലാ റേഡിയോ സ്റ്റേഷനുകളും അടച്ചുപൂട്ടിയാലും അവർക്ക് ദൈവവചനത്തെ നിശബ്ദമാക്കാനാവില്ലെന്ന് പ്രസ്താവിച്ച അദ്ദേഹം നിക്കാരഗൻ ഭരണകൂടത്തിന്റെ ദുഷ്ചെയ്തികൾക്കെതിരെ തുടർന്നും ശബ്ദമുയർത്തുമെന്നും കൂട്ടിച്ചേർത്തു. അഭിപ്രായ സ്വാതന്ത്ര്യവും മതസ്വാതന്ത്ര്യവും ലംഘിക്കും വിധം നിക്കാരഗൻ ഭരണകൂടം കൈക്കൊള്ളുന്ന ഏതൊരു സാഹചര്യത്തിനെതിരെയും തങ്ങൾ ശക്തമായി നിലയുറപ്പിക്കും പ്രസ്താവനയിൽ അദ്ദേഹം വ്യക്തമാക്കി. നിക്കാരഗൻ തലസ്ഥാനമായ മനാഗ, ഗ്രാനഡ എന്നീ നഗരങ്ങളിലെ ദരിദ്രർക്കിടയിൽ പ്രവർത്തിച്ചിരുന്ന 18 കന്യാസ്ത്രീകളെ ജൂലൈ ആദ്യമാണ് രാജ്യം നാടുകടത്തിയത്. വിദേശ സംഭാവനകൾ സ്വീകരിക്കുന്നു എന്നായിരുന്നു കുറ്റാരോപണം. എന്നാൽ യഥാർത്ഥ കാരണം ഭരണകൂടത്തിന്റെ സഭാവിരുദ്ധത തന്നെയാണെന്നാണ് രാജ്യത്തെ മനുഷ്യാവകാശ പ്രവർത്തകരുടെ അഭിപ്രായം. ഇന്റർനാഷണൽ ഡെസ്ക്, ഷിഗ്യാന ന്യൂസ്.